നിങ്ങൾ ഈ ചില സൈക്കിളജ്ഞമോ അതുപോലെയുള്ള സർക്കസോ ഒക്കെ വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നടത്തുന്ന, പ്രമുഖരായ ആളുകൾ നടത്തുന്ന കാർണിവൽ സ്ഥലത്തൊക്കെ ചെന്നാൽ അവരിങ്ങനെ സർക്കസൊക്കെ കാണിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നവരിൽ ചിലർ അതിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ സർക്കസ് കാണിക്കുകയും അല്ലെങ്കിൽ അതുപോലെയൊക്കെ തുള്ളി മറിയുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ അല്പബുദ്ധിക്കാരോ മിതബുദ്ധിക്കാരോ ചില ദോഷൈക ദൃക്കുകൾ, അണ്ടൻ അടകോടൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചില മനുഷ്യരോ ആണ്. അവരെക്കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് തീവ്രവാദ പട്ടം ചാർത്തി കൊടുത്തതിൽ എല്ലാവരും കിടന്ന് തെറി വിളിക്കുന്നത് അങ്ങ് സംഘി പ്രവർത്തകർ, സംഘികൾ എന്നൊക്കെ ആണെങ്കിലും വളരെ ശാന്തവും സമാധാനവുമായി നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ ഒന്ന് നോക്കിയാൽ കാണാവുന്നൊരു കാര്യം, ഇതിൽ അടിസ്ഥാനപരമായി സംഘീയ ആശയങ്ങൾ പിന്തുടരുന്ന ആരും ഈ വിഷയത്തിൽ, മമ്മൂക്കയുടെ വിഷയത്തിൽ ഒരു തീവ്രവാദ പട്ടത്തിന് നിന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന നമ്മുടെ കൃഷ്ണരാജ് വക്കീലിനെ പോലെ ചി പി ചുഗതനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നവോത്ഥാന മേശരിയാണ്. സംസ്ഥാന സർക്കാർ വിളിച്ച് ആദരിച്ച് നവോത്ഥാന മതിൽ കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി ഇരുത്തിയ ആളാണ് ഈ ചി പി ചുഗതൻ. ഈ ചി പി ചുഗതനും കൃഷ്ണരാജ് വക്കീലും ഒന്നും ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകർ അംഗീകരിക്കുന്നവർ പോലുമല്ല. അവരിതിൻ്റെ കൂടെ ഗുസ്തി നടത്തി ഞങ്ങളും ഇതിൻ്റെ കൂടെ ഉള്ളവരാണെന്ന് വരുത്തി തീർക്കുന്നവരാണ്. അവരിൽ ചിലരും പിന്നെ എന്തായാലും വേണ്ടില്ല, വല്ലതും കിട്ടണം, ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിയുന്നതും അധികാരമുള്ളവരോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ക്രിസംഗി ചാനലുകളും മാത്രമാണ് ഈ മമ്മൂക്കയെ തീവ്രവാദി പട്ടം ചാർത്താൻ മത്സരിച്ചത്. നോക്കൂ, BJPയുടെ പ്രമുഖ നേതാക്കൾ ആരും മമ്മൂട്ടിക്കെതിരെ ഒരു പോസ്റ്റ് ഇടുകയോ ഇതിനെ സംബന്ധിച്ച് പരാമർശിക്കുകയോ ചെയ്തില്ല. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചെയ്തില്ല. ദേശീയ നേതാവായ വി മുരളീധരൻ ചെയ്തില്ല. RSSൻ്റെ ഒരു നേതാക്കളും ഇത്തരമൊരു വാദത്തെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മമ്മൂട്ടി എന്ന ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരുടെയും ആളായിട്ടാണ് നിന്നിട്ടുള്ളത്. KC വേണുഗോപാലിൻ്റെ പരിപാടിയിൽ വിളിച്ചാലും അദ്ദേഹം ഗസ്റ്റായി പങ്കെടുക്കും. അതോടൊപ്പം CPMൻ്റെ പരിപാടിയിൽ വിളിച്ചാലും അദ്ദേഹം പങ്കെടുക്കും. BJPയുടെ നിരവധിയായ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, നമ്മുടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ അതിൻ്റെ ആദ്യത്തെ സ്വിച്ച് ഓൺ കർമ്മം അടക്കമുള്ള ചടങ്ങുകൾ നിർവഹിച്ചത് മമ്മൂക്കയായിരുന്നു. പിന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിച്ച ഒരാൾ ആൻഡോ ജോസഫ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ LK അദ്വാനിയുടെ ആത്മകഥ കൊച്ചിയിൽ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് പ്രകാശനം ചെയ്തപ്പോൾ ആ ദൗത്യം നിർവഹിച്ചത് മമ്മൂക്കയായിരുന്നു. അന്ന് ഈ ദൗത്യം നിർവഹിക്കാൻ ചെല്ലുമ്പോൾ BJPക്ക് ഭരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളെല്ലാവരും BJPക്കാരാണ്, ഞങ്ങളിതിനോടൊപ്പം വന്നവരാണ്, ഞങ്ങളെയും കൂടെ അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്നും പറഞ്ഞ് മോഡിയുടെ സ്തുതിയും BJPയുടെ സ്തുതിയും ആ ചെലവിൽ കുറേ മുസ്ലിങ്ങളെ തെറിയുമൊക്കെ വിളിക്കുന്ന ഒരുത്തനും അന്ന് ഇതിലൊന്നും പങ്കെടുക്കുമായിരുന്നില്ല. അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നു യവന്മാരൊക്കെയും. അന്നും മമ്മൂക്കയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതൊന്നും ബോധപൂർവമല്ല, അദ്ദേഹം തുടരുന്ന ഒരു ശൈലിയുടെ ഭാഗമാണ്. അതിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ വിയോജിപ്പ് കാണും. അതിൽ നമ്മൾ സന്ധി ചെയ്യുകയാണെന്ന് പറയുന്നവർ കാണും, അല്ലാത്തവർ കാണും. അതൊക്കെ അതിന് മമ്മൂട്ടി എന്തിന് പറയണം? സമുദായത്തിൻ്റെ നേതാക്കളുമായി നടക്കുന്ന തലയെക്കെട്ടുകാരും തൊപ്പിക്കാരും എത്ര മുട്ടിലഴയുന്നു, എത്ര സറണ്ടർ ചെയ്യുന്നു. അപ്പോൾ ഇതുമൊന്നുമായി ബന്ധമില്ലാത്ത ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സിനിമാ നടൻ എന്തുകൊണ്ട് BJPയെ തെറി പറഞ്ഞില്ല, വർഗീയതയ്ക്കെതിരെ ബഹളം വെച്ചില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെ പ്രകാശ് രാജ് ചെയ്തല്ലോ, പ്രകാശ് രാജ് ചെയ്യുന്നതെല്ലാം മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത്തരം ബന്ധം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വന്ന് മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തയ്യാറായത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, എത്രയോ വർഷങ്ങളായി ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ച് അത്തരം അപവാദങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന്. ആ പറഞ്ഞതിനെയും ഈ കൃഷ്ണരാജ്, CP സുഗതൻ സന്തതി പരമ്പരകളിൽപ്പെടുന്ന യഥാർത്ഥത്തിൽ സംഘപരിവാർ ആശയങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ കൂതറകൾ എന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ വിദ്വേഷത്തിൻ്റെ പക്ഷത്താണ്. അവർക്ക് വേറെ ഈ സംഘപരിവാറെന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല. സംഘപരിവാർ ഈ ആശയം ഉപേക്ഷിച്ച് എല്ലാവരോടും സ്നേഹപ്പെട്ടാൽ വേറെ വിദ്വേഷം എവിടെയാണോ കാണുന്നത് അവിടേക്ക് അവർ പോകും. സെപ്റ്റിക് ടാങ്കിൽ ജീവിക്കുന്ന ജീവികൾ, ക്ലോസറ്റിൽ കാണുന്ന ജീവികൾ എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം കുറേ ആളുകൾ വന്ന് പറഞ്ഞു. ഇന്ന് ചില ക്രിസംഗി ചാനലുകൾ
എൻ രാധാകൃഷ്ണൻ ചെയ്തതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും വീഡിയോ ചെയ്തു. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. അവരുടെ ജീവിതവും ശൈലിയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അത്രയൊക്കെ എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാനൊക്കെ ഉള്ളൂ, എൻ്റെ ഒരു നിലവാരവും സംസ്കാരവും അനുസരിച്ച്. അതുകൊണ്ട് എന്തും വീഡിയോ ആക്കുന്നവരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ അല്പബുദ്ധിക്കാരോ മിതബുദ്ധിക്കാരോ ആയിട്ടുള്ള ഒരു മുഖ്യധാരയിൽ എങ്ങും സ്ഥാനമില്ലാത്ത, വീട്ടിൽ പോലും സ്ഥാനമില്ലാത്ത ചില ആളുകളാണ് ഞങ്ങളും സംഘപരിവാറാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മമ്മൂട്ടിയെ ഇക്കാര്യത്തിൽപ്പെടുത്തിയത്. അല്ലാതെ മുഖ്യധാര ബി ജെ പിക്കാരോ സംഘപരിവാറുകാരും മമ്മൂക്കയെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ്.